അതെ, നമ്മുടെ സാനിയോ മനോമിയും സമാനമായ രീതിയിലാണ്. അലമീൻ അവസാന ഘട്ടത്തിലാണ് കാൻഡിഡേറ്റിനൊപ്പം കൂടിയതെങ്കിൽ ഇവർ രണ്ടുപേരും ആദ്യ ദിവസം മുതൽ തന്നെ കാൻഡിഡേറ്റിന് ഒപ്പം ഉണ്ടായിരുന്നവരാണ്. സാനിയോ മനോമി ആദ്യ ദിനം മുതൽ സ്ഥാനാർത്ഥി എവിടെയൊക്കെ പോയി എന്നുള്ളത് കൃത്യമായി പാർട്ടിയെ പോലെ തന്നെ അറിയാവുന്ന ഒരാൾ സാനിയോ ആണ്. സ്ഥാനാർത്ഥി പോളിംഗിന് ശേഷം പറയുന്നത് ഒരു വലിയ ഫിഗറാണ്, അതായത് വലിയൊരു ഡിജിറ്റാണ്. ജില്ലാ സെക്രട്ടറി പറയുന്നതിനേക്കാൾ വലിയ ഒരു കണക്ക് സ്ഥാനാർത്ഥി തന്നെ എഴുതി കൂട്ടിയ ഒരു കണക്ക് അദ്ദേഹം പറയുന്നുണ്ട്. LDF ക്യാമ്പിൽ വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടെങ്കിൽ അതിന് അവർ ആസ്പദമാക്കുന്ന കണക്ക് ഏതാണ്? ഏതൊക്കെ മേഖലകളിൽ പാർട്ടിക്ക് വോട്ടുകൾ കൂട്ടത്തോടെ പോൾ ചെയ്യപ്പെട്ടു എന്നാണ് അവരുടെ വിലയിരുത്തൽ? ഗുഡ് ഈവനിങ് സുജയ, സ്മൃതി, ഉണ്ണി ബാലകൃഷ്ണൻ. ഏതായാലും LDF ക്യാമ്പിൽ നിന്ന് വിജയപ്രതീക്ഷയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. വിജയപ്രതീക്ഷ വരുന്നില്ല. പക്ഷേ സ്ഥാനാർത്ഥിക്ക് മറ്റൊരു പ്രതീക്ഷയാണ്. LDF നേതൃത്വവും സ്ഥാനാർത്ഥിയും രണ്ട് തരത്തിലുള്ള കണക്കുകളാണ് മുന്നോട്ട് അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. സ്ഥാനാർത്ഥി തനിക്ക് 60,000-ഓളം വോട്ടുകൾ കിട്ടുമെന്നുള്ളൊരു കണക്കാണ് പറയുന്നത്. അതേസമയം ബൂത്ത് ലെവലിലെ കണക്ക് വന്നപ്പോൾ അതടക്കം പഠിച്ച് കൂട്ടിയും കിഴിച്ചും വളരെ കൃത്യമായി LDF കണക്ക് കൂട്ടുന്നത് 46,200 വോട്ട് പി സരിൻ സമാഹരിക്കും എന്നുള്ളതാണ്. പക്ഷേ തുടർച്ചയായി മൂന്നാം സ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന CPM-നെ സംബന്ധിച്ചിടത്തോളം, LDF-നെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്ന എല്ലാ പോസിറ്റീവും അവർ നേട്ടമായി തന്നെ കാണും എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും മൂന്നാം സ്ഥാനത്തെത്തുകയും വോട്ട് ഷെയർ കുറഞ്ഞു വരികയും ചെയ്യുകയാണ്. പക്ഷേ ആ ഒരു പ്രതിഭാസം ഇക്കുറി ഉണ്ടാവില്ല എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് LDF ക്യാമ്പ് ഉള്ളത്. കഴിഞ്ഞ തവണത്തിൽ നിന്നും ഇത്തവണ പോസിറ്റീവായി വന്നിരിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ള വിലയിരുത്തലാണ്. ഇപ്പോൾ സരിനെ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ സരിനെ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റി. അപ്പോൾ അതുവഴി കോൺഗ്രസ് വോട്ട് എന്നൊരു പ്രതീക്ഷ വയ്ക്കുന്നു. അതിലപ്പുറം ചിഹ്നമില്ലാതെ മത്സരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ. അത് ഗുണകരമാകുമെന്ന വിലയിരുത്തലാണോ ഈ അവസാന മണിക്കൂറുകളിലും ഉള്ളത്? അതായത് സരിൻ കോൺഗ്രസിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ വോട്ട് സമാഹരിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. 46,000 എന്ന ഫിഗർ LDF മുന്നോട്ട് വയ്ക്കുമ്പോഴും സരിൻ പറയുന്ന ഫിഗറിലേക്ക് എത്താൻ സരിന് സ്വന്തമായ എന്തെങ്കിലും സംവിധാനം ഉണ്ടാകുമെന്നുള്ളൊരു കാഴ്ചപ്പാടാണ് LDF മുന്നോട്ട് വയ്ക്കുന്നത്. അതിനനുസരിച്ച് മാത്രം കാണാമെന്ന് കരുതുന്നു. അതേസമയം ഈ ചിഹ്നത്തിന്റെ പ്രശ്നമടക്കം, കാരണം തുടർച്ചയായി വോട്ട് ഷെയർ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ചിഹ്നത്തിന്റെ പ്രശ്നമടക്കം നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടിയും അവസാന ഘട്ടത്തിൽ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കാൻ എല്ലായിടത്തും ആളുകളെ എത്തിക്കാൻ LDF-ന് കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പ്രവർത്തനം ഇവിടെ നിരീക്ഷിച്ചാൽ മനസ്സിലാകും. പാലക്കാട് ഒന്നടങ്കം CPM-ന്റെ സംവിധാനങ്ങളെല്ലാം പുറത്തിറങ്ങിയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത് എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടിയും ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കൃത്യമായി ഒരു അസറ്റായി മാറാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തൽ. മാത്രമല്ല കണ്ണാടിയിലടക്കം അവരുടെ എല്ലാ വോട്ടുകളും പോൾ ചെയ്തതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. മറ്റൊന്ന്, നേരത്തെ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. മുനിസിപ്പാലിറ്റിയിൽ നേരത്തെ ശ്രീധരന് കിട്ടിയ വോട്ടുകൾ ഏതായാലും C കൃഷ്ണകുമാറിന് കിട്ടാൻ പോകുന്നില്ല എന്നൊരു വിലയിരുത്തലും അതിൽ കുറച്ച് വോട്ടെങ്കിലും സരിന് കിട്ടിയേക്കും എന്നുള്ളൊരു വിലയിരുത്തലും കൂടി ബാക്കിയാവുന്നുണ്ട്. അതേസമയം കണ്ണാടിയിലും മാത്തൂരിലും തങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന വോട്ടുകളെല്ലാം N ബ്ലോക്കായി ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് LDF-ന്റെ ഒരു അവകാശവാദം. ഇതും കൂടി നിലനിൽക്കുകയാണെങ്കിൽ 46,000 എന്ന് പറയുന്ന ഒരു ഫിഗറിലേക്ക് സരിൻ എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് LDF മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ സ്ഥാനാർത്ഥിക്ക് നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു പ്രതീക്ഷയുണ്ട്. അതിന് കാരണം എന്താണെന്ന് അദ്ദേഹം ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഒരുപക്ഷേ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടാകും എന്നുള്ളതാണ് LDF പറയുന്നത്. LDF-നും ആ കാരണം എന്താണെന്ന് അറിയില്ല എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. പക്ഷേ ഏതായാലും വലിയ ആത്മവിശ്വാസം സ്ഥാനാർത്ഥി പുലർത്തുന്നു എന്നുള്ളത് തന്നെയാണ് കാണാനാകുന്നത്. അതെ, സ്ഥാനാർത്ഥിയുടെ കയ്യിൽ ഒരു കണക്ക് പുസ്തകം ഉണ്ടായിരുന്നു. മറ്റു രണ്ടുപേരും അങ്ങനെ കണക്കൊന്നും എഴുതി കൂട്ടുന്നത് നമ്മൾ കണ്ടില്ല. കണ്ടിരുന്നോ? ഞാൻ കണ്ടിട്ടില്ല. ഏതായാലും അത് ഭയങ്കര രസകരമായ കണക്കാണ്. നോക്കൂ, 46,000 വോട്ട്. ഇപ്പം നമ്മുടെ കയ്യിലുള്ള കണക്കെന്താ? 1,37,000 വോട്ടാണല്ലോ പോൾ ചെയ്തിരിക്കുന്നത്. ആ 1,37,000 വോട്ടിൽ CPM-ന്റെ ഒരു എന്താ പറയുക മെഷീനറിയെ നമുക്ക് അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയില്ല. അവർ കൃത്യമായിട്ട് ബൂത്തിൽ നിന്നൊക്കെ കണക്കെടുക്കുന്ന ആളുകളാണ്. അപ്പോൾ അതിനകത്ത് ഈ സുരേഷ് ബാബു പറയുന്നത് 46,200 വോട്ട് അല്ലേ? 46,000 നമുക്ക് കണക്ക് കൂട്ടാം. 46,000 ആണ് എങ്കിൽ പിന്നെ ഒരു അടുത്ത വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് മിനിമം അവിടെ 50,000 വോട്ട് കിട്ടണം കേട്ടോ. 50,000 വോട്ടില്ലാതെ ഒരാൾക്ക് അവിടെ ജയിക്കാൻ കഴിയില്ല. അപ്പോൾ 50, 40, 90, 96,000 ആയി. അപ്പോൾ പിന്നെ ഒരു 41 വോട്ടാണ്, 41,000 വോട്ടാണ് അടുത്തൊരാൾക്ക് കിട്ടുക. അപ്പം 50, 46, 41 ഇതിൽ 41 ആർക്കാണ് എന്നുള്ളത് CPM പറയണം അല്ലേ? 50, 46 ഉറപ്പിച്ചു CPM. അപ്പോൾ രണ്ടാം സ്ഥാനത്ത് CPM ആണ്. 50,000 കിട്ടിയാലേ ജയിക്കാൻ പറ്റൂ. അപ്പോൾ 50,000 കിട്ടുന്നത് കൃഷ്ണകുമാറിനാണോ അതോ രാഹുൽ മാങ്കൂട്ടം? അവസാന വട്ടം പോകുന്നത് അവസാനം BJP ആണ് പോകുക എന്നുള്ളതാണ് CPM ക്യാമ്പ് പറയുന്നത്. അവസാനം മൂന്നാമത് BJP ആയിരിക്കും എന്നാണ് അവർ പറയുന്നത് അല്ലേ? ശരി.